ഞങ്ങൾക്ക് ഞങ്ങളെ ജീവൻ പോയിട്ട് ഞങ്ങൾക്ക് 10 ലക്ഷം ഉറുപ്പ്യ കിട്ടിയതിനെ കൊണ്ടാക്ക ഞങ്ങൾക്ക് ഒരു കാര്യമല്ല. ഞങ്ങളെ ജീവൻ തന്നെ തിരിച്ചു തരുവോ വരൂ. പുറത്തിറങ്ങാൻ പറ്റാണ്ട് നടക്കാൻ പറ്റാണ്ടൊക്കെ ഒന്ന് ഇവിടെ കഴിച്ചു കൂട്ടിയേ. അത് കുഞ്ഞു പിള്ളേർ വരുന്നുള്ളത്. ഇന്നലെ രാത്രിക്ക് തന്നെ ഞങ്ങൾ കാണാൻ പോകാൻ വരെ ആരും വിട്ടിട്ടില്ല. എന്നെ അങ്ങോട്ട് കിടക്കാൻ വരെ വിട്ടിട്ടില്ല. അച്ഛനമ്മനെ കാണാൻ പോകണ്ടെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ഞാൻ പോയിട്ടില്ല കാണാൻ. ഇവിടെ നിർത്തിച്ച് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ കാണിച്ചില്ല. അവർ നേരെ കൊണ്ടുപോയി കാണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. മനുഷ്യജീവന് പുല്ലുവില കൽപ്പിക്കുന്ന നമ്മുടെ ഈ കേരളത്തിൽ ഇന്നലെ അരങ്ങേറിയ കണ്ണൂർ ജില്ലയിലെ ആറളം ഫാമിലുണ്ടായ ദമ്പതികളുടെ കൊലപാതകം, ആനകുത്തി ഉണ്ടായ ആ കൊലപാതകത്തിൽ ചില നടുക്കുന്ന ദൃശ്യങ്ങൾ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. അതിദാരുണമായ സംഭവങ്ങൾ സംസ്ഥാനത്തിന്റെ മലയോര മേഖലകളിൽ ആവർത്തിക്കപ്പെടുമ്പോൾ ഞങ്ങൾ ഇവിടുത്തുകാരല്ല എന്ന മട്ടിലാണ് ഇവിടുത്തെ അധികാരികളുടെ പ്രതികരണം. എന്ത് നീതിയാണിത്? എന്ത് ന്യായമാണിത്? ഉപജീവനത്തിനായി കശുവണ്ടി ശേഖരിക്കുന്നതിനിടയിലാണ് ആറളം ഫാമിൽ 2 ദമ്പതികളെ കാട്ടാന ഇന്നലെ ചവിട്ടിക്കൊന്നത്. അതിദാരുണമായ ഈ സംഭവം ഇവിടെ ഇത് ആദ്യമല്ല. ഇവിടെയുള്ളവർ ജീവിക്കുന്നത് കാട്ടാന ആക്രമണത്തിന്റെ ഭീതിയിലാണ്. കഴിഞ്ഞ 5 വർഷത്തെ കണക്ക് പരിശോധിച്ചാൽ ഇതുവരെ 11 പേരെയാണ് ഇവിടെ കാട്ടാന കൊലപ്പെടുത്തിയത്. എന്നിട്ടും ഇവിടെയുള്ള മനുഷ്യജീവനുകളെ അധികാരികൾ തിരിഞ്ഞു നോക്കുന്നില്ല എന്നത് ഖേദകരം തന്നെയാണ്. ആരുണ്ട് ഇവർക്ക് വേണ്ടി ശബ്ദിക്കാൻ, ഇവരുടെ രോദനം കേൾക്കാൻ? കരളലിയിക്കുന്ന കാഴ്ചകളിലേക്ക് മിഴി തുറക്കുകയാണ് ഷെക്കേന ന്യൂസ്. ഉപജീവനത്തിനു വേണ്ടി കശുവണ്ടി ശേഖരിച്ചുകൊണ്ടിരുന്ന ലീല വെള്ളി ദമ്പതികളെ കാട്ടാന അതിക്രൂരമായി കൊലപ്പെടുത്തിയ സ്ഥലത്താണ് ഇന്ന് ഷെക്കേന TV എത്തി നിൽക്കുന്നത്. ഇവിടുത്തെ നാട്ടുകാരോട് തന്നെ ചോദിച്ചറിയാം ഇവരുടെ വികാരങ്ങൾ. ഇന്നലെയൊക്കെ ഇവിടെ സംഘർഷങ്ങൾക്ക് കാരണമായ ചില കാരണങ്ങളുണ്ടായിരുന്നു. എങ്ങനെ ഈ ഒരു മരണത്തെ നിങ്ങൾ കാണുന്നു? എന്തായിരുന്നു യഥാർത്ഥത്തിൽ ഇന്നലെ സംഭവിച്ചത് 4 മണിയോട് കൂടിയിട്ട്? അപ്പം മൂപ്പത്തി കിടന്നത് ഇവിടെയാണ്. മൂപ്പത്തിയുടെ ബോഡി കിടന്ന സ്ഥലമാണ് ഇവിടെ. അപ്പോൾ മൂപ്പത്തിയുടെ ഒരു തലയുടെ ഒരു ഭാഗം മാത്രമേ റോഡിലേക്ക് കിടക്കുന്നത്. ഇത് നമ്മൾ നടക്കുന്ന വഴിയാണ് ആ റോഡിൽ കിടക്കുന്നത്. മുടിയും പിന്നെ അതിൻ്റെ കമ്മലും മറ്റുള്ള സാധനങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. മാല ചെറിയ. പിന്നെ മൂപ്പം കിടക്കുന്നതെന്ന് വെച്ചാൽ അവിടെ കുറച്ച് അവിടെ. അപ്പോൾ മൂപ്പം കിടക്കുന്ന ഒരു ഭാഗമാണ് ഈ വടിയും ഒരു തോർത്ത് നിൽക്കുന്ന ഒരു ഭാഗം. മൂപ്പം കിടന്നിരിക്കുന്ന സ്ഥലത്തുള്ള തോർത്താണ് ഈ ചെരുപ്പ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആന ചവിട്ടി മൂപ്പൻ്റെ മുഖമെല്ലാം ഒരു വികൃതമാക്കപ്പെട്ടിട്ടുണ്ട്. നമുക്ക് മുഖം തിരിച്ചറിയപ്പെടുന്നില്ല. മൂപ്പത്തിയുടെ മുഖവും നമുക്ക് തിരിച്ചറിയപ്പെടുന്നില്ല. ആ രീതിയിലൊക്കെ ആനയുടെ ഭാഗത്തുള്ള ക്രൂരതകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓക്കെ. അപ്പോൾ പിന്നെ സംഭവം മൂപ്പത്തെയും അന്വേഷിച്ച മകനാണ് ഇവിടെ ഈ സ്പോട്ടിൽ വരുന്നത്. ഈ സ്പോട്ടിൽ വന്നിട്ട് മകനാന്ന് കണ്ടിട്ട് ആളുകളോട് വിവരം പറയുന്നത് അച്ഛനും അമ്മയും ആന കുത്തി കൊലപ്പെടുത്തിയിട്ടുണ്ടെന്ന്. ഞങ്ങൾക്ക് മര്യാദയ്ക്ക് കുട്ടികളെ ഒന്ന് പഠിപ്പിച്ച് കിട്ടണം. അതിന് മര്യാദയ്ക്കുള്ള ഒരു വണ്ടി അവർ വിടുന്നില്ല. ഇപ്പോൾ കാട്ടുകൂടെ എന്നീ സ്കൂളിൽ പോയിട്ടില്ല പിള്ളേർ. നാളെ 13 അങ്ങോട്ടുള്ള പിള്ളേർ ഒറ്റ സ്കൂളിൽ പോയിട്ടില്ല. വണ്ടി അങ്ങോട്ട് വരാത്ത കൊണ്ട് ബസ്സിന് സൈറ്റിനൊക്കെ കയറ്റി വിടുന്നേ രാമവണ്ടിക്കും. വൈകുന്നേരം 5-5:30 മണിയാവും രാമവണ്ടി വരുമ്പോൾ പണിക്കാരൊക്കെ കയറ്റി. അതുവരെയും വന്ന് കാവലിരിക്കണം കുഞ്ഞുമക്കളെ കാത്തു. അതുപോലെ രാത്രി ഉറക്കില്ല ഞങ്ങൾക്ക്. തൊഴിലുറപ്പിൻ്റെ പണിയും കഴിഞ്ഞ് വന്നിട്ട് വാർക്കൻ്റെ മേലെ കിടന്നുറങ്ങി രാവിലെ ഇറങ്ങി വന്നിട്ട് ഒരു ചോറ് വെച്ചിട്ട് ഞങ്ങൾക്ക് പണിക്ക് പോകാനുള്ള സംവിധാനമില്ല. എത്ര മുതലുണ്ടെങ്കിൽ ഒരു മുതലും ഇപ്പം ഞങ്ങൾക്കില്ല. പട്ടിണിയാണ്. ആ അരിയും കൂടി കിട്ടുന്ന കൊണ്ട് ഇപ്പം ആ തൊഴിലുറപ്പിൻ്റെ പണിയെടുത്ത പൈസ വരെ ഇന്ന് വരെയും വന്നിട്ടില്ല. കുട്ടികൾക്ക് ഒരു യൂണിഫോം വാങ്ങാനും ഒന്നും വാങ്ങാനും വിഷമിച്ചായിരിക്കുന്നത്. ഉപ്പ് മുളക് അരച്ച് കൂട്ടുന്നുണ്ട്. അരി കെട്ടുമ്പോൾ അതിനെ കൊണ്ട് വെള്ളക്കഞ്ഞി വെച്ച് കുടിക്കുന്നുണ്ട്. അണ്ടി വെച്ചു കുരുമുളക് വെച്ചു ഒന്നുമില്ല പറമ്പിലിപ്പം. ഒരു ആദായമല്ല. പിന്നെ അങ്ങനെ നാളെ കുട്ടികളെ സ്കൂളിൽ വിടുന്നേ. വണ്ടി മുറ്റത്ത് വരില്ല. കാട്ടിൽ കൊണ്ടുപോകണം. ദേശം കൂടി നിങ്ങൾ അങ്ങോട്ട് വന്നാൽ കാണാം ആ കാടൊക്കെ. താഴെയും മോളും എല്ലാം കാണാം. രാത്രി ഒക്കെ പാർക്കൻ്റെ മേലെ സാറേ. വെള്ളി ലീല ദമ്പതികളെ കാട്ടാന അതിക്രൂരമായി കൊലപ്പെടുത്തിയ ആ ഒരു ഏരിയയോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലത്തിൻ്റെ അയൽവാസിയാണ് ചേച്ചി. ഇന്നലത്തെ ആ സംഭവം നിങ്ങൾക്ക് ഒരു ഷോക്കായി മാറിയല്ലേ? പിന്നെ പേടിയായി. പിന്നെ പുറത്തിറങ്ങാൻ പറ്റാണ്ടായി. എല്ലാം കൂടി ഒരു ധൈര്യക്കുറവാണ്.
ഇപ്പം തന്നെ എൻ്റെ വീടിൻ്റെ തൊട്ട് അടുത്തുനിന്നാണ് അവരെ രണ്ടാളെ ആന ചവിട്ടി കൊന്നേ. വിറകിന് വന്നത് അണ്ടിക്ക് വന്നത് എന്ന് പറയുന്നുണ്ട്. പക്ഷെങ്കിൽ അതുങ്ങളെന്നും അങ്ങനെ വരവുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ നോക്കാൻ വേണ്ടിയൊക്കെ വരവുണ്ട്. അങ്ങനെയായിരിക്കും ചില പുറത്തിറങ്ങാൻ പറ്റാണ്ട് നടക്കാൻ പറ്റാണ്ടൊക്കെ ഒന്ന് ഇവിടെ കഴിച്ചു കൂട്ടിയേ. ആദിവാസികൾ പതിച്ച് കൊടുത്ത അന്ന് മുതൽ ഈ ആർലംപാമിൽ ആദിവാസികൾ സ്വതന്ത്രമായി കിടന്നുറങ്ങിയിട്ടില്ല. മരിയക്കുള്ള തീറ്റ വെള്ളമൊന്നും തിന്നിട്ടില്ല. അതുപോലെ പുറത്തൊരു പണിക്ക് പോകാനോ രാത്രി ഒരു ബാത്റൂമിൽ വരാനോ പോകാനോ ഒരു ഗ്ലാസ് വെള്ളം കോരി കുടിക്കാനേ തന്നെ നമുക്ക് അതിനുള്ള പിന്നെ സന്ദർഭം കിട്ടുന്നില്ല. എന്തെന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും ആനയാണ്. അപ്പോൾ ഈ 10 ഒരാളെ ജീവൻ നഷ്ടപ്പെട്ടു പോയിട്ട് 10 ലക്ഷം 15 ലക്ഷം 50 ലക്ഷം 50 കോടി കൊടുത്തതിനെ കൊണ്ട് അതിനൊട്ട് എന്ത് നേട്ടമുണ്ട്? എന്താ നേട്ടമുള്ള അതിനകത്ത്? ആദിവാസികൾ ജീവനാദ്യം സൂക്ഷിക്കട്ടെ. ഏത് സർക്കാരായാലും ഏത് ഭരണകൂടാരമായാലും ആദിവാസികളെ പിന്നെ ജീവനാദ്യം സൂക്ഷിക്കട്ടെ. ഇത് ആദിവാസികളെ ഉള്ള കാട്ടിലുള്ള പിന്നെ ആനയ്ക്കും പിന്നെ പന്നിക്കും കുരുടിക്കും അതുപോലെ കഴുതയ്ക്കും പിന്നെ തിന്നാലെല്ലാം ഇട്ട് കൊടുക്കണ്ടേ. ആദിവാസികളെ സംരക്ഷിക്കണം. അതാണ് ആദിവാസികളെ എങ്ങനെ സംരക്ഷിക്കണമെന്ന് ഈ സർക്കാരിനറിയാം. സർക്കാർ എന്തുകൊണ്ട് അതിന് തുണിയുന്നില്ല? വെള്ളി ലീല ദമ്പതികളുടെ അയൽവാസി കൃഷ്ണൻ നമ്മോടൊപ്പമുണ്ട്. ഇന്നലെ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് വ്യക്തമായി പ്രേക്ഷകരോട് സംസാരിക്കാം. ഇന്നലെ 4 മണിക്കാണ് ആന കുത്തി വെള്ളിമൂപ്പനും ലീലയും മരിക്കുന്നത്. പക്ഷെ ആന കുത്തി ഒരു മൂപ്പത്തിയുടെ കാലിൻ്റെ മാംസങ്ങളൊക്കെ ചിതറി കിടക്കുന്നുണ്ട്. മൂപ്പത്തിയുടേതും ഒരു തലയുടെ ഒരു ഭാഗം കാണാനില്ല. അതുപോലെ മൂപ്പൻ്റെതും മുന്നിലത്തെ ഒരു ഭാഗം ചവിട്ടി എല്ലാം അതിൻ്റെ ചിതറി 4 ഭാഗത്തും ഒരു മുഖമെന്ന് നമുക്ക് അറിയാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണെന്നുള്ളത് ഒരു വല്ലാത്തൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ആദിവാസികളെ സംബന്ധിച്ച് അവർക്കിവിടെ അവരുടെ ജീവനൊരു വില കൊടുക്കുന്നില്ല. ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നൊരു വിലയില്ലാത്തൊരു സ്ഥിതി തന്നെയാണ്. ഒരു സംഭവം ഉണ്ടാകുമ്പോൾ മാത്രമേ അധികാരികൾ ഇവിടെ പാഞ്ഞു വരുത്തുള്ളൂ. അപ്പോൾ ഇവിടെയുള്ള ഈ കാടുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു നടപടിയും പെട്ടെന്നാകുന്നില്ല. പ്രയോഗത്തിൽ പറയുമെന്നല്ലാതെ പിന്നീട് അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഈ അനാസ്ഥ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇത് മാറണം. അപ്പോൾ ഇന്നലെ നടന്ന കൊലപാതകം പട്ടികവർഗ വകുപ്പിൻ്റെതും വനവകുപ്പിൻ്റെതും പിന്നെ റവന്യൂ വകുപ്പിൻ്റെതും ഇവരെല്ലാം ചേർന്നിട്ടുള്ള ഒരു സംഭവമാണ്. ഈ കൊലപാതകത്തിൻ്റെ ഉത്തരവാദികളും ഈ പറയുന്ന വകുപ്പുകളാണ്. കാരണം ആദിവാസികളുടെ പ്രശ്നങ്ങൾ ഇവർ കേൾക്കണം. അല്ലാതെ ഇവർ ഒരു കാര്യങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് ഇവിടുത്തെ പ്രശ്നം തീരില്ല. അപ്പോൾ ആദിവാസികളുടെ കേൾക്കണം. ആദിവാസികളുടെ പ്രശ്നം ഇവിടെ എന്താണെന്നുള്ളത് കേൾക്കണം. കാരണം എന്ന് വെച്ചാൽ കുടിക്കാനും വേണ്ടി ആദിവാസികൾ വെള്ളം എടുക്കാൻ പോകുമ്പോൾ പോലും ആനയെ കണ്ടിട്ട് പേടിച്ച് പിന്നെ തിരിഞ്ഞു ഓടുന്ന സമീപനമാണുള്ളത്. അത് നടന്നിട്ടുണ്ട്. അപ്പോൾ ആദിവാസികൾക്ക് ഇവിടെ കുടിക്കാനും വെള്ളം വേണം. പിന്നെ കാട്ടിലെ മൃഗങ്ങൾക്കും കുടിക്കാനും വെള്ളം വനവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള തീറ്റയും വെള്ളവും അവരും അത് അവിടെ പിന്നെ സംഭരിക്കണം. ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഈ ആന പുനരധിവാസി മേഖലയിലേക്ക് വരുന്നത്. തീർച്ചയായിട്ടും വനവകുപ്പിൻ്റെ ഒരു അനാസ്ഥ വലിയൊരു കെടുകാര്യസ്ഥത ഇതിൻ്റെ പിന്നിലുണ്ടല്ലേ? വനവകുപ്പിൻ്റെ അനാസ്ഥയുണ്ട്. പക്ഷേ നമ്മുടെ പിന്നെ ഉത്സവ പറമ്പുകളിൽ ഈ പടക്കം പൊട്ടിച്ച് പിന്നെ ഒരു ഘോഷയാത്ര നടത്തുന്ന പോലത്തെ ഒരു സംഭവമാണ്. ആന പറമ്പിൽ കയറി ആന റോഡിലുണ്ടെന്ന് പറയുമ്പോൾ വനവകുപ്പിൻ്റെ ആളുകൾ വന്നിട്ട് 1-2 പടക്കം പൊട്ടിച്ചിട്ട് അങ്ങനെ പോക്കാണ്. അപ്പോൾ ഇപ്പോൾ മുമ്പൊക്കെ ആണെങ്കിൽ രാത്രി കാലങ്ങളാണ് പടക്കം പൊട്ടിക്കൽ. ഇപ്പോൾ പകലും ആന പിന്നെ ജനവാസ മേഖലയുള്ളത് കൊണ്ട് റോട്ടിലൊക്കെ തമ്പടിക്കുന്നത് കാരണം കൊണ്ട് പകലും പടക്കം പൊട്ടിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്, രാത്രിക്കും പൊട്ടിക്കേണ്ട അവസ്ഥയാണ്. ഇതിവിടെ ഒരു പൂരം പറമ്പ് പോലെയാണ്. വെള്ളി ലീല ദമ്പതികളുടെ മരണത്തിന് കാരണമായ കാട്ടാന ചവിട്ടിക്കൊന്ന ഈ ഒരു ഏരിയയിലാണ് നമ്മളായിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു കാട്ടുപ്രദേശമല്ല.
നിരവധി ആളുകൾക്ക് സർക്കാർ പതിച്ചു കൊടുത്ത ഭൂമിയിൽ അവർക്ക് ജീവിക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ് ഇന്ന് ആറളം ഫാമിലുള്ളത്. കാട്ടാനയുടെ വലിയ ശല്യം, ഏകദേശം 10ഓളം കാട്ടാനകൾ ഈ ആറളം ഫാമിൽ ഇപ്പോൾ തന്നെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇന്നലെ ആ രാത്രിയിലെ ആ സംഭവത്തിന് ശേഷം ആ കാട്ടാനയെ തുരത്തുവാൻ ഫോറസ്റ്റുകാരുടെ ഇടയിൽ നിന്ന് ഒരു നടപടി പോലും സ്വീകരിച്ചിട്ടില്ല എന്നത് വേദനാജനകമായ മറ്റൊരു വസ്തുത കൂടിയാണ്. ആറളം ഫാം ഒരു തീരാ ദുഃഖമായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എത്രയും വേഗം വനം വകുപ്പ് ഇതിൽ ഇടപെടണമെന്നാണ് ഇവിടുത്തെ നാട്ടുകാരുടെ ആവശ്യം. ഷെക്കിന ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ ടോമിയോടൊപ്പം അമലൈ ടോം, കണ്ണൂർ.